ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമുക്കിന്നൊരു ചിക്കൻ പപ്സ് ഉണ്ടാക്കിയാലോ? വാ, വീഡിയോയിലോട്ട് പോവാം. ഇതുണ്ടാക്കിയെടുക്കുന്നതും എഗ് പപ്സ് പോലെ തന്നെയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 7-8 മീഡിയം സൈസ് വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചതാണ്. ഒപ്പം നമ്മുടെ ഒരു ചെറുവിരലിൻ്റെ അത്രയുള്ള ഇഞ്ചിയും കൂടി ചതച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ആ പാനിലേക്കിട്ട് നന്നായി ഇളക്കിയെടുക്കണം. കരിഞ്ഞു പോകരുത്, അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അങ്ങ് പോകും കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് മാത്രം നന്നായി ഒന്ന് സോട്ട് ചെയ്ത് എടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. പപ്സ് ഡയറക്റ്റായി കഴിക്കുന്നവർക്ക് പച്ചമുളക് ചിലപ്പോൾ വില്ലനാവാറുണ്ട്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പിന്നെ 2 വലിയ സൈസ് സവാളയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഉള്ളിയെന്നും പറയാറുണ്ട്. ഉള്ളിയും കൂടി ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുക. പൊതുവേ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്നു വരുന്ന കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സോൾട്ട് കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സോൾട്ടിന് അത്യാവശ്യം എന്താ പറയുക, അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എത്ര സൈസ് ഉള്ളി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് സോൾട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ നന്നായി വഴറ്റി നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് നമുക്ക് കുറച്ച് കളറും കിട്ടും, ആവശ്യത്തിന് എരിവും ഉണ്ടാവുള്ളൂ. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. ഒപ്പം ഒരു 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇതും നമ്മുടെ ഈ പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ലോ ഫ്ലെയിമിലേ വെക്കാവൂ, അല്ലെങ്കിൽ നമ്മൾ പൊടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് എല്ലാ മസാല ഇട്ട് ഉള്ളിയും കൂടി യോജിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് വേവിച്ചെടുത്ത ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ചതന്നേ ഉള്ളൂ കേട്ടോ. വേറെ അതിലേക്ക് ഒരു സ്പൈസസും ആഡ് ചെയ്തിട്ടില്ല. ഈ ഉള്ളിയുടെ കൂടെ ആഡ് ചെയ്ത സ്പൈസസ് മാത്രമേ ഉള്ളൂ. അത് എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് സോട്ടായതുകൊണ്ട് ഇനിയൊരു വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മസാല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മുന്നേ ചേർത്ത മസാല ഈ ചിക്കനിലേക്ക് കൂട്ടിയിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി അതുകൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഓപ്ഷണലാണ്. ഇത് ടൊമാറ്റോ കെച്ചപ്പ്. ഇത് ഞാൻ ഒരു 1-2 ടീസ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. ഒന്നാമത് നമ്മുടെ മസാലേനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാം. പിന്നെ ഒരു കുറച്ചൊരു സ്വീറ്റ്നെസ് കൂടി മസാലയ്ക്ക് വേണ്ടേ, അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ കെച്ചപ്പിൻ്റെയും കൂടി ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായി ഇളക്കി കൊടുത്ത് ഇനി മല്ലിച്ചപ്പ്, കൊറിയാണ്ടർ ലീവ്സ് അതുകൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാലയുടെ അവസാന സ്റ്റേജിലെത്തുമ്പോൾ ഈ കൊറിയാണ്ടർ ലീവ്സ് ഒന്നും കാണില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ കാണുള്ളൂ. അത്രക്കും നമുക്ക് വഴറ്റിയെടുക്കണം. എല്ലാം കൂടി മിക്സ് ആയതിന് ശേഷം നമുക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം മാത്രമേ നമുക്ക് ഫില്ലിങ്ങിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇനി ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വീട്ടിലൊരു വുഡൻ കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ അതിലെടുത്ത് വയ്ക്കുക. അതിലേക്ക് ഈ പഫ് പേസ്ട്രിയുടെ ഡോ അതുകൂടി വെച്ച് കൊടുക്കാം. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മൈദ കുഴച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ നല്ലോണം തണുത്ത ആ മിക്സില്ലേ ഒരു കോർണറിലേക്ക് ആക്കിയിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഫോൾഡിങ് വരുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. അതുകൊണ്ട് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് വേണ്ടി മാത്രമേ ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ഡോ ജസ്റ്റ് ഒരു പ്രസ്സിങ്ങിന് ശേഷം അവിടെ തന്നെ നിന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമ്മുടെ കയ്യിലാക്കി ഇങ്ങനെ സൈഡ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. മാർക്കറ്റിൽ ഇതുണ്ടാക്കാൻ പറ്റുന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കോഴിയടാന്നൊക്കെ പറയുന്ന പലഹാരം ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് ടൂളുണ്ട്. പക്ഷേ നമുക്കൊരു ഈസി മെത്തേഡല്ലേ വേണ്ടേ. അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. നമ്മളൊരു മിനിമൽ ഫില്ലിങ്ങാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യലും ബേക്ക് ചെയ്തെടുക്കലും ഒക്കെ നല്ല എളുപ്പമായിരിക്കും. വിചാരിച്ചതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇതുപോലെ 8 പഫ്സ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഓരോന്നായി നമുക്ക് ഫില്ല് ചെയ്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇല്ല നല്ല ഭംഗിയായിട്ടില്ലേ? ഫില്ലിങ്ങും ഷേപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് എല്ലാം മാറ്റാം. ഇനി 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പപ്സിലേക്ക് നന്നായി ക്രീസ് ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഒരു അപ്പർ ക്രസ്റ്റില്ലേ നല്ല ക്രിസ്പിയായി വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ല കടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്നൊരു ഭാഗമില്ലേ, അത് നല്ല ക്രിസ്പായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എല്ലായിടത്തും ചെയ്ത് നമുക്കൊരു 170 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ദാ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കെച്ചപ്പ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻസ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.